ഈ കല്യാണത്തിനൊക്കെ പോയി എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതെന്താ സാധനം എന്ന് പെട്ടെന്ന് അങ്ങ് പിടി കിട്ടുകയില്ല, എങ്ങനെ ഉണ്ടാക്കണേന്നൊരു ഐഡിയയും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ആദ്യം ഒരു 2-3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ച് ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ച് കുറച്ച് വീതം വെളുത്തുള്ളി ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും, ഒരു 3-4 പച്ചമുളകും 2-3 വറ്റൽമുളകും വട്ടത്തിൽ അരിഞ്ഞെടുത്തതും, കുറച്ച് കറിവേപ്പിലിട്ട് നല്ലോണം തന്നെ അങ്ങ് വഴറ്റിയെടുക്കാം. അതിൻ്റെ കളറൊക്കെ മാറി വന്നു കഴിഞ്ഞാൽ അതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും, ആവശ്യത്തിനുള്ള ഉപ്പും, 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും ഇട്ട് ലോ ഫ്ലെയിമിലേക്കിട്ട് ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഈത്തപ്പഴം അരിഞ്ഞതും നല്ല പഴുത്ത 2 നേന്ത്രപ്പഴം അരിഞ്ഞതും ഇട്ട് ഒരു 1-2 മിനിറ്റ് ഒന്നങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം അതിലേക്കൊഴിച്ച് വീണ്ടും മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിലേക്കിട്ടൊരു 5 മിനിറ്റ് മൂടി വെച്ച് മൂടി തുറന്ന് വീണ്ടും മിക്സ് ചെയ്ത് ചെറുതായൊന്നങ്ങ് ഉടച്ചെടുക്കാം. ഒരുപാട് ഉടയ്ക്കണ്ട കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് വിനാഗിരിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. പിന്നിലെ പുളിക്കനുസരിച്ച് വിനാഗിരിയുടെ അളവ് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. ചില കല്യാണങ്ങൾക്ക് ബിരിയാണിയുടെ കൂടെ കിട്ടുന്ന ആ മധുരവും എരിവൊക്കെയുള്ള അച്ചാറ് ഏതാന്ന് ഇപ്പം പിടികിട്ടിയ